മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർ എഴുതിയ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. റോമർ 1-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമുക്ക് ഇതുമായിട്ട് ചേർന്ന് തന്നെ പ്രത്യേകിച്ചും വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള ചിന്തകൾ, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു എന്ന് ഉള്ള ചിന്ത വന്നപ്പോഴേ നമ്മളെ ഈ വേൾഡ് വ്യൂ ഓഫ് റിലിജിയൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കും. ഇന്ന് ഈ ഒരുപാട് ആശയങ്ങൾ ഉണ്ട്. എല്ലാവരും ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നവരല്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു കാര്യം ഇന്ന് പറയണമെന്ന് വിചാരിക്കുകയാണ്. പൊതുവേ നമ്മൾ കാണുന്നത് എല്ലായിടും ഉള്ള ഒരു കാര്യമാണ് നിരീശ്വരവാദം, എത്തിസം. അത് നിരീശ്വരവാദം, ദൈവമില്ല, ദൈവം എന്ന് പറയുന്ന ഒരാൾ ഒന്നും ഇല്ല, മനുഷ്യൻ്റെ ഭാവനയാണ് ദൈവം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. പ്രത്യേകിച്ചും സയൻസൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് ശേഷം മനുഷ്യൻ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സയൻസിൻ്റെ കീഴിലിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവമില്ല എന്ന് പ്രൂവ് ചെയ്യുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക, ജർമ്മനി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പേര് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് കാണുന്നു. ദൈവം ഇല്ല എന്നുള്ള ചിന്തയാണ് കൂടുതലും വരുന്നത്. അനേകം ആളുകൾ എത്തിസത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് തിരിയുന്നു. നമ്മൾ ബൈബിളിൽ സങ്കീർത്തനം 14:1 എഴുതിയിരിക്കുന്നത്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എന്നാൽ ഈ നിരീശ്വരവാദം ഒരുപാട് ഉടലെടുക്കുന്നതനുസരിച്ച് അവിടെ ഒരു വലിയ അധപ്പതനമാണ് വരുന്നത്. നമ്മൾ മറന്നു പോരുന്നത്. ദൈവത്തെ മാറ്റിയാൽ അവിടെ അധപ്പതനമാണ്. ദൈവത്തെ ഇഗ്നോർ ചെയ്ത് നിരീശ്വരവാദികൾ വർദ്ധിച്ചു വരുന്നു. കാരണം അവർ വേറെ ഒന്നും ചിന്തിക്കാനോ ഒരു ചേഞ്ചിനോ, ദേ ഡു നോട്ട് വാണ്ട് എ ചേഞ്ച്, അവർക്കൊരു ചേഞ്ച് ആവശ്യമില്ല. അവർ വിശ്വസിക്കുന്നത് ശരിയാണ് എന്ന് വിചാരിച്ച് പോകുന്ന ഒരു വിഭാഗമായിട്ടുള്ള ആൾക്കാർ ഈ ദിവസങ്ങളിൽ ധാരാളമായി കൂടി വരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ചിന്തയാണ് അഗ്നോസ്റ്റിസം, അജ്ഞേയതാവാദം എന്ന് പറയുന്നു. അജ്ഞേയതാവാദം ഇത് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് ഹ്യൂമൻ റീസണിങ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ബിലീവ് ഇൻ ഗോഡ്. ഈ ഇതിനകത്തൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഈ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അഗ്നോസ്റ്റിസത്തിൻ്റെ മീനിങ് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. ഹ്യൂമൻ റീസണിങ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. നമ്മുടെ മനസ്സിന് നമുക്ക് മനസ്സിന് അതീതമായിട്ടുള്ളതാണ് ദൈവം. മനസ്സിനകത്തുനിന്ന് ഉള്ള ചിന്തകളിൽ നിന്ന് ദൈവത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പഠിപ്പിക്കലാണ്. മൂന്നാമതുള്ളത് ഗ്നോസ്റ്റിസം, GNOSTICSM, ഗ്നോസ്റ്റിസം, ജ്ഞാനവാദം എന്ന് പറയും. അവർ പറയുന്നത് നോളജിൽ കൂടി മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയൂ. ഈ ലോകത്തിലുള്ള എല്ലാ മെറ്റീരിയലും ഈവിളാണ്. അതുകൊണ്ട് സ്വന്തം അറിവ് വർദ്ധിപ്പിക്കുക, അപ്പോഴേ അറിവിലൊരു സ്പാർക്ക് വരും. അതാണ് ദൈവികത്വം. അങ്ങനെ മാത്രമേ നമുക്ക് മേലോട്ടുള്ള ദൈവികമായിട്ടുള്ള പരിജ്ഞാനം അങ്ങനെ വളരാനായിട്ട് പറ്റുള്ളൂ. അതിനകത്ത് അയോൺസ് എന്നൊരു മഹാദൈവം ചെറിയ കുട്ടി ദൈവങ്ങളെ ഉണ്ടാക്കി. കുട്ടിദൈവം, ആ കുട്ടിദൈവം ആണ് ചേർന്നിട്ട് പ്രപഞ്ചത്തെ ഉണ്ടാക്കി എന്നൊക്കെയുള്ള പഠിപ്പിക്കലുകളാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് അത് ഈവിളാണ് ജ്ഞാനവാദം, ഗ്നോസ്റ്റിസം എന്ന് പറയുന്നത്. നാലാമത് ഉള്ള ഒരു ചിന്തയാണ് ഡെയിസം, ആസ്തിക്യവാദം എന്ന് പറയുന്നത്. അതിനകത്ത് ഒറ്റ ദൈവമേ ഉള്ളൂ, എന്നാൽ ദൈവത്തുമായിട്ട് മനുഷ്യന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡെയിസം എന്ന് പറയുന്നത്. അടുത്ത വേറൊരു അഞ്ചാമത്തെ ഒരു ചിന്തയാണ്
പാന്തിസം എന്ന് പറയുന്നത്, അദ്വൈതവാദം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഭാരതത്തിലുമൊക്കെ ഉള്ള ഒരു കാര്യമാണ് അദ്വൈതവാദം. അദ്വൈതവാദത്തിനകത്ത് ഈ സൃഷ്ടിയിൽ എല്ലാം ദൈവമുണ്ട് എന്ന് ചിന്തിക്കുന്ന, മണ്ണിലും തുരുമ്പിലും എവിടെയും ദൈവമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒന്ന്. അത് വേറെ രീതി നമ്മൾ പറയുന്നത് ഞാൻ തന്നെ ദൈവമാണ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ദൈവമാക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന പഠിപ്പിക്കൽ. അതാണ് പാന്തിസം എന്ന് പറയുന്ന അദ്വൈതവാദം. അവസാനം ആറാമതൊരു ചിന്തയാണ് പാഗനിസം. അതിനകത്ത് ഏതിനെ ആരാധിക്കാം എന്നുള്ളതാണ് പാഗനിസം എന്ന് പറഞ്ഞാൽ. എന്തും ആരാധനയ്ക്ക് യോഗ്യമായിട്ട് എന്തും ഉണ്ടെങ്കിലും ആരാധിക്കാം. കുട്ടിച്ചാത്തനെ ആരാധിക്കുന്നെങ്കിൽ അത് ചെയ്യാം, പാമ്പിനെ ആരാധിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ളോ അതിനെയൊക്കെ നിങ്ങൾക്ക് ആരാധിക്കാം. അതും എല്ലാം ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാവും. മനുഷ്യർക്ക് ആരാധന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ളൊരു കാര്യം. ആദ്യം ഭയത്തിൽ നിന്ന് ആരാധന ഉണ്ടായി എന്ന് പറയുന്നു. ഇടിയും മിന്നലിനെയൊക്കെ ആരാധിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. മനുഷ്യന് ആരാധിക്കുക എന്നുള്ളത് അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള. അതിൻ്റെ കാര്യം എന്താണ്? അവനെ ആരാധിക്കുക എന്നുള്ളത് അവൻ്റെ ഹൃദയത്തിലുള്ളതിൻ്റെ കാര്യം എന്താണ്? പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ്റെ സെൽഫിൽ, അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ത്വര ഫുൾഫിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് ഉള്ളൊരു പ്രയാണം. അവൻ അപൂർണനാണ് എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് പൂർണ്ണതയിലേക്കുള്ളൊരു പ്രയാണത്തിന് വേണ്ടി അവൻ്റെ ഉള്ളിൽ നിന്നൊരു ത്വരയുണ്ട്. അതുകൊണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയിലെ ഡിപ്രഷനായിട്ടൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അവരുടെ ഉള്ളിലുള്ള ആ ഈഗോ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള സെൽഫിനെ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ആരാധനയിൽ ഇവരായിത്തീരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വേൾഡ് വ്യൂ, ദൈവത്തിനെ കുറിച്ചുള്ള വ്യൂ ഏതെങ്കിലും, അല്ലെങ്കിൽ ദൈവം ഇല്ലെന്ന് ഫൈനലി പറഞ്ഞു, ആ ഒരു രീതിയിലായിത്തീരുന്ന മനുഷ്യൻ. ഞാൻ പറയുന്നതെല്ലാം പിശാച് ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞാണ്. നേരത്തെ നമ്മൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു 30 എപ്പിസോഡോളം ചെയ്തായിരുന്നല്ലോ. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, പിശാച് നമ്മുടെ ഹൃദയങ്ങളെ കുരുടാക്കി കളയുന്നു. കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നമ്മളെ ഉള്ളിലെ കുരുട് അല്ലെങ്കിൽ ഭോഷത്വം കൊണ്ടുവന്ന് നിറച്ച് ഇല്ലാതെയാക്കി കളയുന്ന അവസ്ഥ പിശാച് കൊണ്ടുവരുന്നത് പറയും. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ പ്രതിമകളെ ഉണ്ടാക്കി അവനെ നമസ്കരിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പിന്നീടുള്ള വാക്യം 24 തൊട്ട് ഇങ്ങോട്ടുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിൽ മോഹങ്ങൾ, സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ട അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭയച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി കളഞ്ഞു. ഔവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായി പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിപ്ലവത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്ത തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇവിടെ 3 ഇടത്തും ഗോഡ് ഗേവ് ദം ഓവർ എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. അത് 3 ഇടത്ത് എഴുതിയിട്ടുണ്ട് ഈ പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം. ആദ്യം എഴുതിയിരിക്കുന്നത് 24-ാം വാക്യത്തിലാണ്. അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഗോഡ് ഗേവ് ദം അപ്പ് ടു അൺക്ലീൻനെസ്. അശുദ്ധിയിൽ ഏൽപ്പിച്ചതായിട്ട് കാണുന്നു. രണ്ടാമത് 26-ാം വാക്യത്തിൽ ഗോഡ് ഗേവ് ദം ഇൻ ടു വൈൽ അഫ്ലിക്ഷൻസ്. അവമാനരാഗങ്ങൾ ഏൽപ്പിച്ചു. അതുപോലെ 28-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഗോഡ് ഗേവ് ദം ഓവർ ടു റിപ്രൊബേറ്റ് മൈൻഡ്. നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇത് 3 ദൈവം ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധേയമാണ്. കാരണം എന്താണ്? ഈ മനുഷ്യൻ അവൻ ഇങ്ങനെ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പൊക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോഴൊന്നും ആരംഭിച്ചതല്ല, നേരത്തെ തുടങ്ങിയൊരു കാര്യമാണ്. ദൈവത്തെ അല്ല മനുഷ്യൻ ആരാധിച്ചത്.
രണ്ട് മൂന്ന് വാക്യങ്ങൾ ബൈബിളിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നൊക്കെ ചില വാക്യങ്ങൾ നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഈ ദൈവത്തെ ആരാധിക്കാതിരുന്നതിൻ്റെ കോൺസിക്വൻസസ് ആണ് ഈ പറയുന്നത്. ദൈവം അവരെ ഏൽപ്പിച്ച കാര്യം പറഞ്ഞ് ഗോഡ് ഗേവ് ദം ഓവർ, ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തെ റിജക്റ്റ് ചെയ്തതിൻ്റെ കോൺസിക്വൻസാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 42, 43 വാക്യങ്ങളിൽ സ്തെഫാനോസ് പറയുന്ന ഭാഗങ്ങളാണ്. ഇതിനകത്ത് കാണുന്നത്, അതിൽ എഴുതിയിരിക്കുന്നത്, ആകാശത്തിലെ സൈന്യങ്ങളെ ആരാധിക്കാൻ അവരെ കൈവിട്ടു. ഇതിൽ കാണുന്ന ഒരു കാര്യം, നിങ്ങൾ ഒക്കെ എനിക്ക് വേണ്ടി ദൈവം പറയുന്നതാണ്, എനിക്ക് ഹന്യാഗങ്ങൾ അർപ്പിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ മനസ്സിപ്പോഴും ആ വിഗ്രഹങ്ങളുടെ പുറയാണ്. 41 കാളക്കുട്ടി ഉണ്ടാക്കിയെന്നും അതിനുശേഷം ഹന്യാഗങ്ങളും ഹോമയാഗങ്ങളും അർപ്പിച്ചു. ദൈവം പിന്തിരിഞ്ഞു, ആകാശത്തിലെ സൈന്യങ്ങളെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. കാരണം എന്താണ്? അവർ ഇതെല്ലാം പഠിച്ചത് എവിടെ നിന്നാണ്? ഈജിപ്തിൽ കിടന്നപ്പോഴാണ് പഠിച്ചത്. അവർ വിഗ്രഹാരാധികളായി, ദൈവത്തെ അന്വേഷിക്കാതെ വിഗ്രഹങ്ങളുടെ പുറകെ പോയി. യോശുവയുടെ പുസ്തകം 24:14 ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട അവനെ പരമാർത്ഥ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. അപ്പോഴും നദിക്കക്കരെ വെച്ച് മിസ്രൈമിൽ വെച്ച് അവർ വിഗ്രഹങ്ങളുടെ പുറകെ പോയിരുന്നു, അവർ ദേവന്മാരുടെ പുറകെ പോയിരുന്നു. എഹെസ്കേൽ 20:7-8 ഇത് തന്നെ പറയുന്നുണ്ട്. ആ മിസ്രൈമ്യ വിഗ്രഹങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആമോസ് 5:27 ഇതേ തന്നെ പറയുന്നു, അവർ മിസ്രൈമിൽ ബിംബങ്ങളെ കൊണ്ട് നടക്കുകയായിരുന്നു എന്ന് പറയുന്നു. അതേ തന്നെ കാര്യങ്ങളാണ് ഈ നേരത്തെ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 7:42-41 വാക്യങ്ങളിലെ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിനകത്തും സ്തെഫാനോസ് പറഞ്ഞത്, നിങ്ങൾ നേരത്തെ മുമ്പേ നിങ്ങളുടെ പിതാക്കന്മാർ വിഗ്രഹങ്ങളുടെ പുറകെ പോയിരുന്നതാണ്. അതായത് ഈ വിഗ്രഹാരാധന നേരത്തെ തന്നെ ആരംഭിച്ച ഒരു കാര്യമാണ്, അതിപ്പോഴും തുടർന്നു. സങ്കീർത്തനം 81:11-12 വാക്യങ്ങൾ ഇങ്ങനെയാണ്, എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചനപ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ഐ ഗേവ് ദം അപ്പ്. നേരത്തെ പറഞ്ഞ അതേ ഭാഗത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 3 പറയുന്നുണ്ട്, ഐ ഗേവ് ദം, ഞാൻ അവരെ ഏൽപ്പിച്ചു കൊടുത്തു, അവമാന രാഗങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഇവിടെയും തന്നെ ഹൃദയം കാഠിന്യമാക്കി അവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ദൈവം പറയുന്ന ഭാവമാണ് സങ്കീർത്തനം 81:11-12. അവരുടെ ആലോചന പ്രകാരം നടക്കേണ്ടത് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു എന്നുള്ള ഭാവം. നമുക്കൊരു കാര്യം ചിന്തിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം ആരെയും ഒരിക്കലും അടിച്ചേൽപ്പിക്കുകയില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അതനുസരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് വിടും. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒന്നും അടിച്ചേൽപ്പിക്കുകയില്ല. കാരണം അതാണ് ഈ ഫ്രീ വില്ലിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ആദാമും ഹവ്വായും ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അവിടെ ഒരു ഫ്രീ വില്ലുണ്ട്, സെലക്ഷൻ, ചോയ്സ്. നിങ്ങളും ഞാനും ജീവിതത്തിൽ സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ചോയ്സ് അനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ള ഓരോ ലൈഫിലുള്ള ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേരുന്നത്. ഇപ്പം നമ്മളറിയാം, കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നവർക്കറിയാം, എൻജിനീയറിങ് പഠിച്ചാൽ എങ്ങോട്ടാവും, മെഡിസിൻ പഠിച്ചാൽ എങ്ങോട്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലെ പല സെലക്ഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഈ ദൈവം എന്താണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? ദൈവം ചില വഴികൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അനുസരിച്ച് പോയാൽ ദൈവം അതിൻ്റെ അൾട്ടിമേറ്റ് എൻഡിൽ നിങ്ങൾക്ക് വിജയവും അതുപോലെ അനുഗ്രഹങ്ങളും തരും. അത് നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഗോഡ് ഗേവ് ദം അപ്പ്, അവരെ ഉപേക്ഷിച്ച് കളഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കണം ഈ ദിവസങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്. 24, 26, 28 ഈ 3 വാക്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു, അതുപോലെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, 28 നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഈ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നമുക്ക് അറിയാം, കൊരിന്ത്യയിൽ വെച്ചാണ് ഈ ലേഖനം എഴുതുന്നത്. കൊരിന്ത്യയിൽ എഴുതുമ്പോൾ അവിടെ
എന്താണ് കൾട്ടിക് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ദേവദാസി സമ്പ്രദായം. നമുക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവദാസി സമ്പ്രദായം ഒക്കെ ഉണ്ടായിരുന്നു. ഗോഡും ഗോഡസസും, ദേവനും ദേവിയും തമ്മിൽ അവരുടെ മുമ്പിൽ, അവരുടെ പ്രതിമയുടെ മുമ്പിൽ വന്ന് സ്ത്രീകളുണ്ട്, അവരുമായിട്ട് സംഭോഗം നടത്തി ദേവൻ ദേവി പ്രസാദിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അനുഗ്രഹങ്ങൾ വരൂ എന്ന് ചിന്തിച്ച് അനേകം സ്ത്രീകൾ ദേവദാസികളായിട്ട് ആ ടെമ്പിളുകളിലുണ്ടായിരുന്നു. അന്നേരം അത് ഒരു പ്രോസ്റ്റിറ്റ്യൂഷനായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് പ്രകാരം എന്താണ് സംഭവിക്കുന്നത്? ദേവനും ദേവിയും പ്രസാദിക്കാനായിട്ട് ഈ ദേവൻ്റെ ദേവിയുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സംഭോഗം നടത്തുകയും അതനുസരിച്ച് അവർക്ക് മഴ, കൃഷി, ബിസിനസ് ഒക്കെയുള്ള വർധനവ് അവർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവിടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവിടെ പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജലിച്ച് ആണോടാണ് അവളിഷ്ടമായി ചെയ്തു. ഇവിടെ 3 ടൈപ്പ് കറപ്ഷൻസ് കാണുന്നുണ്ട്. ഒന്ന് ശരീരം, അതുപോലെ മനസ്സ്, ആത്മാവ്, 3 ഉണ്ട്. 24-ാം വാക്യത്തിൽ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ അവമാനിക്കും. 26-ാം വാക്യത്തിൽ പറയുന്നത് അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, വൈൽഡ് അഫെക്ഷൻസ്, മൈൻഡ് കറപ്ഷൻ. 28-ൽ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു, അവരുടെ ആത്മാവും കുരുടായിപ്പോയി. ശരീരവും മനസ്സും ആത്മാവും, ഡിപ്രേവ്ഡ് മൈൻഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അനുസരിക്കാതിരുന്ന ഫറവോൻ, ഹൃദയകാഠിന്യം. ഈ ഹൃദയകാഠിന്യം നേരത്തെ ഉള്ളതാണ്, ഡിപ്രൈവ്ഡ് മൈൻഡ്. യുഗായുഗങ്ങളായിട്ട് ഫറവോൻ്റെ കാലം തൊട്ടേ ഉള്ളതാണ്. ഈ ഹാർഡൻഡ് ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയകാഠിന്യം യേശുക്രിസ്തു പരീശന്മാരോടും അതുപോലെ സദീക്കരോടും ഒക്കെ സംസാരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പല ഭാഗങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കഠിനമായിപ്പോയി എന്ന് പറയുന്ന ഭാഗങ്ങൾ ഒരുപാട് റെഫറൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇവർ എല്ലാം തന്നെ നികൃഷ്ട ബുദ്ധിയിൽ ആയിപ്പോയി എന്ന് കാണുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് വന്ന ടേക്ക് അവേസ് എന്താണ്? നമ്മൾ ഇന്നിപ്പം പഠിച്ച ഈ 2-3 വാക്യങ്ങളുടെ റെഫറൻസ് പറഞ്ഞില്ലേ, നമുക്ക് എന്താണ് ഇതിനകത്തുള്ള ടേക്ക് അവേസ്? അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. നേരത്തെ പറഞ്ഞു, ദൈവം എപ്പോഴും നമുക്ക് ഫ്രീ വിൽ തന്നിട്ടുണ്ട് തീരുമാനങ്ങളെടുക്കാൻ. ദൈവം ആരും ഒന്നും അടിച്ചേൽപ്പിക്കത്തില്ല. എന്നാൽ നമ്മൾ ദൈവം പറഞ്ഞ വഴിയിൽ നിന്ന് വിട്ടുപോയാൽ അവിടെ വരുന്ന കാര്യങ്ങൾ, ആദ്യം നമ്മുടെ മനസ്സ് കറപ്റ്റഡ് ആവും, രണ്ടാമത് നമ്മുടെ ആത്മാവ് കറപ്റ്റഡ് ആവും, മൂന്നാമത് നമ്മുടെ ശരീരവും കറപ്റ്റഡ് ആവും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നല്ലതാണെന്ന് വിചാരിക്കും. അവസാനം അൾട്ടിമേറ്റ് നമ്മൾ കുഴിയിൽ പോയി ചാടുന്ന അനുഭവം. ഇനി പിന്നീടുള്ള കാര്യങ്ങൾ, ഇനിയും തുടർന്നുള്ള ഈ വാക്യങ്ങൾ, നമ്മൾ 32 വരെയുള്ള വാക്യങ്ങൾ ഇനിയും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. അത് ചിന്തിക്കുമ്പോഴേ നമ്മളെ ഹൃദയം കഠിനമായി പോകാനായിട്ട് ഇടവരരുത്. നേരത്തെ നമ്മൾ പറഞ്ഞു 6 ടൈപ്പ് ഈ ലോകത്തിലുള്ള തിങ്കിങ്, തോട്ട് പ്രോസസ്സ്, വേൾഡ് വ്യൂ ഓഫ് ദൈവത്തെക്കുറിച്ചുള്ള വേൾഡ് വ്യൂ, 6 പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിൽ ഈ 6 പ്രോസസ്സും ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ലോകത്തിലുള്ള തിങ്കിങ് ആണതെല്ലാം. എന്നാൽ ദൈവം സർവശക്തനും സർവ്വവ്യാപിയുമായി നമ്മളോട് കൂടെ എപ്പോഴും കൂടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം, ഈ ദൈവം ഇന്നും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ആരെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും അടിമത്വത്തിൽ ജീവിതത്തെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയൊരു റിലീസ് വരും. നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ റിലീസ് വരും. ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ വേണ്ടാത്ത ഒരുപാട് കൂട്ടുകെട്ടുകൾ കൂടി തങ്ങളുടെ ജീവിതങ്ങളെ അശുദ്ധിയിൽ ഏൽപ്പിച്ച് മുമ്പോട്ട് പോകുന്നവരുണ്ട്. ഇന്ന് അതിന് വലിയൊരു ഡെലിവറൻസ് ദൈവം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വന്നിരിക്കുന്ന കർത്താവെ ഗ്യാപ്പുകൾ, കർത്താവെ, അതിലൊക്കെ പിശാച് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന അപമാന രാഗങ്ങളെ, അശുദ്ധികളെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം പൊട്ടി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് കർത്താവെ ആഗ്രഹത്തോടെ
പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിലേ ഹല്ലേലൂയ, ഇന്ന് ആ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും നന്മകൾ അവരുടെ മേലെ വരും. പിശാച് കുരുടാക്കി കഴിച്ചിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം കർത്താവേ, ഇന്ന് രാത്രികാലം നീ ശുദ്ധീകരിക്കണമേ, നിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അപമാനരാഗങ്ങളും, എല്ലാ അശുദ്ധിയിൽ നിന്നും, എല്ലാ ഡിപ്രേവിറ്റിയിൽ നിന്നും കർത്താവേ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴോട്ട് മാത്രം നോക്കിയിരിക്കുന്ന, ജീവിതത്തിൽ നിരാശയിലെ, പ്രത്യാശയില്ലാതെ ജീവിതം മുരടിച്ചിരിക്കുന്ന ചില ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട്? തീർച്ചയായും ദൈവം വലിയൊരു വിടുതൽ തരും. ഭർത്താക്കന്മാർ, ചില ആളുകൾ കർത്താവ്, ചില വീടുകളിൽ മദ്യാസക്തിയിൽ അടിമയായി ഭർത്താക്കന്മാർ ഭവനത്തിൽ പോലും വരാതെ ഇരിക്കുന്ന ചില സഹോദരിമാരിത് കണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിലൊക്കെ വലിയ രൂപാന്തരം കൊടുക്കുകയും അവരെല്ലാം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുടിയൻ പുത്രൻ തിരിച്ചു വന്നതുപോലെ, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ നിന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും സ്ഥലത്ത്, ഏതെങ്കിലും ഒരു പോയിന്റിൽ കർത്താവെ നീ അവരെ പിടിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം പ്രാർത്ഥനകളെ കേൾക്കാതിരിക്കുന്ന ദൈവമല്ല. ദൈവം ആ വലിയ റിലീസ് ആ ഭവനത്തിലേക്ക് നയിക്കുന്ന ഓർത്ത് സ്തോത്രം. എന്നോട് ചേർന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലേ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു റിലീസ് ഈ ദിവസങ്ങൾ വരും. ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിലെ ആ മരുന്നുകളൊക്കെ മാറട്ടെ, ആ ഡിപ്രഷൻ മാറട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള വിടുതൽ, റിലീസ് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിലെ ഞങ്ങളെ ചോദിക്കുന്നു. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണമേ. തുടർന്നും ഇത് കാണുവാനായിട്ടും ബലപ്പെടുവാനായിട്ട് സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണേ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അടുത്ത എപ്പിസോഡിൽ തീരും. അടുത്ത 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പാപത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പാപം ചെയ്യുന്നു, പാപത്തിൻ്റെ കീഴിലാണ് എന്നുള്ള പോയിന്റിലാണ് നമ്മളിപ്പോഴും സംസാരിക്കുന്നത്. നമ്മൾ തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.